ഇതുണ്ടോ? ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്ക് ജേംസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് തള്ളിമറിച്ച് അടിപൊളി കുക്കീസ് ബിസ്ക്കറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മാമൻ UK നിന്നും കൊണ്ടുവന്ന കുറച്ച് ബിസ്ക്കറ്റുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഈ തള്ളിമറിച്ച പോലെയുള്ള രുചി ഇതിനുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ആദ്യം ട്വിക്സ് പൊട്ടിച്ച് നോക്കാം. ട്വിക്സിൻ്റെ ചോക്ലേറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലേ? കുക്കി അതുപോലെയൊക്കെ തന്നെയാണോ നോക്കിയാലോ? ആ പടത്തിലെ പോലെയൊക്കെ തന്നെയാണോ കുക്കി എന്ന് തുറന്നു നോക്കിയാലല്ലേ അറിയൂ. ആദ്യമായിട്ടാട്ടോ ഞാൻ ട്വിക്സിൻ്റെ കുക്കീസ് ടേസ്റ്റ് ചെയ്യുമ്പോൾ. സോ ഇച്ചിരി എക്സൈറ്റഡാണ്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കി കഴിയുമ്പോൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുക്കീസാണ് അതിൻ്റെ അകത്തുള്ള. നല്ല മധുരമുണ്ട്. ഇതിൽ എനിക്കൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ സാധാരണഗതിയിൽ കഴിക്കുന്ന ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ് കുക്കീസും എല്ലാം മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ പുറത്ത് അവർ എഴുതിയിരുന്നത്, ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ എഴുതിയിരുന്നത് ഫോർട്ടിഫൈഡ് വീറ്റ് ഫ്ലോർ എന്നാണ്. അതായത് സാധാ ഗോതമ്പ് തന്നെ കുറച്ച് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഗോതമ്പ് പൊടി. അങ്ങനെയാണ് എനിക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലായത്. പിന്നെ പഞ്ചസാര, കൊക്കോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി എനിക്ക് ഏറ്റവും പൊട്ടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുക്കിയാണ് M&M's. കാരണം ചോക്ലേറ്റ് കുക്കിയുടെ അകമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമാജിൻ ചെയ്യാം. പക്ഷേ കുക്കിയുടെ അകത്ത് M&Mൻ്റെ ജംസ് മുട്ടായി അല്ലേ? ഒച്ച കേട്ടിട്ടായിരിക്കും മ്യാമൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. എനിവേ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുള്ളത് വീറ്റ് ഫ്ലോർ ആണ് കേട്ടോ. ഗോതമ്പ് തന്നെയാണ്. ഗോതമ്പ് വെച്ചിട്ടാണ് അവരിത് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞേക്കുന്നത്. നാട്ടിൽ എത്ര രൂപയാണ്? പിന്നെ തള്ളിമറിക്കുമെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ 1800 രൂപയെ കൂടിപ്പോയ ഒരു 200-250, അങ്ങേയറ്റം ഒരു 350 റുപ്പീസ്. അതിൽ കൂടുതലൊന്നും ആവില്ല. എനിവേ, കണ്ടതിൽ കവറിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനാണെന്ന് തോന്നിയൊരു ബിസ്ക്കറ്റാണ് ഞാൻ ഈ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ? ഇതിലും ഉള്ളത് വീറ്റ് ഫ്ലോർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, ഇത് ഞാൻ പൊട്ടിക്കാൻ നിന്നില്ല, കാരണം ഈ ഉള്ള ബിസ്ക്കറ്റുകൾ കാരിലും തീർക്കണ്ടേ. ഇത് എക്സാക്ട്ലി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നേരത്തെ എനിക്ക് കിട്ടിയിട്ടില്ലാതിരുന്ന ഒരു ഫ്ലേവറാണ് ബൗണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടായിരുന്ന ഒരു കുക്കീസാണ് ഇവിടെ. നമ്മുടെ തേങ്ങാ മിഠായി ഇല്ലേ, അകത്ത് തേങ്ങയുള്ള നമ്മുടെ ചോക്ലേറ്റ് മിഠായി, അതിൻ്റെ ബിസ്ക്കറ്റാണിത്. ഇത് തീർന്നെന്നാണ് വിചാരിച്ചത്, പക്ഷേ എവിടുന്നോ ഇപ്പം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന സ്ഥിതിക്ക് ഞാൻ ഇതും കുറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റൊക്കെ നല്ല തണുത്താണ് ഇരിക്കുന്നത്. പിന്നെ രുചിയുടെ കാര്യം ഞാൻ പറയാനില്ലല്ലോ. കടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല തേങ്ങയുടെ ചുവയാണ് അകത്തുനിന്ന് വരുന്നത്. പിന്നെ പഞ്ചസാര ആയതുകൊണ്ട് എന്നും കഴിക്കരുത് കേട്ടോ ഗൈസ്. ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാം. ഇനി M&Mൻ്റെ കുക്കീസ് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ആദ്യം കാണിച്ച M&Mൻ്റെ കുക്കീസേ കാണിച്ചോ, പക്ഷെ പൊട്ടിക്കരുതെന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ പൊട്ടിക്കാത്ത. കാരണം എല്ലാം ഗസ്റ്റിനുള്ളതാണെന്നാണ് അറിയിപ്പ്. ഏത് പോരാളി പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഞങ്ങൾ പോരാടി മേടിച്ച കുക്കീസാണ്. ഇത് ഞാൻ എന്തായാലും പൊട്ടിച്ച് കാണിക്കും. ഇതിൽ നോക്കിക്കുക, നമ്മൾ കുക്കീസിൻ്റെ അകത്ത് ജംസിനെ ഇങ്ങനെ അടിച്ച് പരത്തി വെച്ചിരിക്കുകയാണ്. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ആ കുക്കീസ് പുറത്തേക്ക് വെളിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. അതും ടേസ്റ്റ് ചെയ്യാൻ നമ്മളിവിടെ ആളെ ഇരുത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇതിനും പഞ്ചസാരയുണ്ട്, പക്ഷേ വീറ്റ് ഫ്ലോർ ആണ് കേട്ടോ. ഞാനിന്ന് കാണിച്ച എല്ലാ ബിസ്ക്കറ്റും വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റുകളാണ്. പിന്നെ ഇത് ന്യൂഡിൽസിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ നൂഡിൽസ് ആണ് 120 നൂഡിൽസിന്റെ ഒരു പാക്കറ്റ് ആണ്. ഇത് തിന്നാണ് ഇവിടെയുള്ള കുട്ടി ജീവിക്കുന്നത് അല്ലേ? അവന് കഞ്ഞി കറിയൊന്നും ഇഷ്ടമല്ല, അവൻ നൂഡിൽസ് തിന്നാൻ ജീവിക്കണം. അവൻ നൂഡിൽസ് ഇല്ലാത്ത ദിവസം നഖം കടിച്ച് ജീവിക്കുന്നാണ് അവന്റെ പപ്പ അവകാശപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റിനെ പറ്റിയുള്ള ഒരു റിവ്യൂ. നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. പലതും നമ്മൾ കാണാത്ത ഫ്ലേവർ ആകുമ്പം ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാം, ഉറപ്പായിട്ടും കഴിക്കാം. പക്ഷെ ഡെയിലി കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, കാരണം എല്ലാത്തിലും പഞ്ചസാരയുണ്ട്. സോ ഓക്കെ, വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.